യേശുയുടെ എല്ലാ നന്മകളും സന്തോഷവും എല്ലാവർക്കും നേരുകയാണ്. വിശുദ്ധ ബൈബിള്, പ്രത്യേകിച്ച് പുതിയ നിയമം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ സുവിശേഷകന്മാരിലൂടെയാണ് ലോകം അറിഞ്ഞത്. പൗലോസിനെ മാറ്റിവെക്കുന്നു. ഈ സുവിശേഷകന്മാരുടെ അനുഭവം അല്ലെങ്കിൽ നേർക്കാഴ്ചയാണ് വിശുദ്ധ ബൈബിൾ. അവർ ഒരു തച്ചൻ്റെ ജീവിതത്തിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചോ അത് കൊത്തിവെച്ചതാണ് വിശുദ്ധ ബൈബിൾ. അതായത് അവരുടെ അനുഭവമാണ് ഈ ബൈബിൾ. ഞാനിന്ന് തിരിച്ചു പറയുന്നു. സുഹൃത്തുക്കളെ, അവരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ബൈബിൾ മനസ്സിലാക്കാം. പക്ഷേ അവരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ബൈബിൾ വായിക്കരുത്. വായിച്ച് മനസ്സിലാക്കാം, പക്ഷേ വിശുദ്ധ ബൈബിൾ നിങ്ങൾ വായിക്കുന്നത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ്. 14 ലേഖനങ്ങൾ വായിച്ചോളൂ. യാക്കോബിൻ്റെയും യുദാസിൻ്റെയും പത്രോസിൻ്റെയും ലേഖനങ്ങൾ എടുത്തോളൂ, ഇതൊക്കെ വായിച്ചോളൂ. പക്ഷേ ഈ വായിക്കപ്പെടുന്നതെല്ലാം നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എങ്ങനെ എപ്പോൾ വായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നോ അപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, നല്ല തണലുള്ള ഒരു മരത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടാക്കാം. ആ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകം ആൽക്കമിസ്റ്റ് എഴുതിയ മനുഷ്യൻ അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ആൽക്കമിസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച്. പൗലോ കൊയ്ലോയുടെ ബുക്ക് അദ്ദേഹം വളരെ മനോഹരമായിട്ട് എഴുതി നമുക്കറിയാം. വെളിച്ചത്തിൻ്റെ പോരാളികൾ എന്ന ബുക്ക് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ആരുടെ ദൃഷ്ടിയിലൂടെയാണ്? എഴുത്തുകാരൻ്റെ ദൃഷ്ടിയിലൂടെയാണ്. ചില സിനിമ നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ദൃഷ്ടിയിലൂടെ കാണും. അപ്പോൾ ആ കഥാപാത്രത്തെ നമ്മളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. നമുക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അവരുടെ വിഷമം നമ്മുടെ വിഷമം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ സിനിമ എഴുതിയ ആളിനെ വിട്ടു, സംവിധായകനെ വിട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ കണ്ണിലൂടെ അതിനെ കാണുമ്പോഴാണ് എനിക്ക് വിഷമമോ സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്. പ്രിയ സുഹൃത്തെ, ഇത് തന്നെയായിരിക്കണം വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവം. യേശു ക്രിസ്തു മരിച്ചതിൽ ദുഃഖമുള്ള ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഒരു വിശ്വാസം എനിക്കില്ല. ഇത് ദുഃഖിക്കുന്ന ആരെന്നറിയോ? വലിയ വിവേചന ശക്തിയൊന്നും ഇല്ലാത്ത, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കൊച്ചു കുട്ടികളോട് പറയണം, നിൻ്റെ യേശു ക്രിസ്തു പീഡാനുഭവം എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അവനെ കുരിശിൽ തറച്ചു. അവനെ എങ്ങനെ കുരിശിൽ തറച്ചു? അവനെ കുരിശ് ചുമപ്പിച്ചു, കിലോമീറ്ററുകളോളം നടത്തിച്ചു. അപ്പോൾ കൊച്ചി എന്തെങ്കിലും ഒത്തിരി ദൂരം, വീട്ടിൽ വരെ, പള്ളിയിൽ നിന്ന് വീട്ടിൽ നടക്കാത്ത ദൂരമാണ്. അപ്പോൾ ഒത്തിരി നേരം നടത്തിച്ചു. വെറുതെ നടത്തിക്കുകയല്ല, കുരിശ് ചുമപ്പിച്ചുകൊണ്ട് നടത്തിച്ചു. അപ്പോൾ കുഞ്ഞിന് വിഷമമാവും. ദൈവമേ, ഇത്രയും ഭാരം, 2 പുസ്തകം എടുത്തുകൊണ്ട്, സൺഡേ സ്കൂളിൽ 2 പുസ്തകം എടുത്തുകൊണ്ടോ എനിക്ക് പാടാം. അപ്പോഴാണ് കുരിശെടുത്തുണ്ടോ. അപ്പോഴങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ചാട്ടവാറുകൊണ്ട് അടിച്ചു. ഈശോയെ, എടാ, അപ്പൻ ഒരടി അടിച്ചാൽ എനിക്ക് സഹിക്കാനൊക്കുന്നില്ല. അപ്പനാണ് ചാട്ടവാറുകൊണ്ട് അടിക്കുക. ചൂരവടി കൊണ്ടോ കൈ കൊണ്ടോ ഒരടി അടിച്ചാൽ ഞാൻ എൻ്റെ ചന്തിയും തിരുമ്പി ഓടും. അവിടെയാണ് ചാട്ടവാറുകൊണ്ട് അടിക്കുക. അപ്പോൾ കുഞ്ഞിന് വിഷമമാവും. എന്നിട്ട് അങ്ങനല്ല, ചാട്ടവാറുകൊണ്ട് അടിച്ചു എന്ന് മാത്രമല്ല, അവനെ തള്ളിയിട്ടു, അല്ലെ അവൻ വീണു. ഈശോ ചെറുതായിട്ട് വീണപ്പോൾ എന്നെ മുട്ടുപൊട്ടി. കുട്ടി എന്തിക്കും? അപ്പം വീണു, അപ്പോൾ മുട്ടുപൊട്ടി കാണും. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം വീണു. അപ്പോൾ ഈ കുഞ്ഞിന് വേദനയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ പലരും അവനെ കളിയാക്കി. പക്ഷേ സാധാരണ മുട്ടൊക്കെ പൊട്ടി ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും ഒരു മരുന്ന് ഇടുമല്ലേ? അപ്പോൾ എന്താ, മുട്ടുപൊട്ടി എന്നെ കളിയാക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കളിയാക്കി. കാർക്ക് ചിലർ മുഖത്ത് തുപ്പുന്നു. അയ്യോ, തുപ്പലൊക്കെ യേശുവിൻ്റെ മുഖത്ത് തുപ്പാവും. അങ്ങനെ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം, യേശു ക്രിസ്തുവിൻ്റെ വേദന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വേദനയാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതവുമായിട്ട് അവൻ താരതമ്യപ്പെടുത്തി നോക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു, ഭയങ്കര വിഷമം. പക്ഷെ കുറച്ചുകൂടെയൊക്കെ ഉന്നത തലങ്ങളിലേക്ക്, ഉന്നതതലമെന്ന് പറയാക്കത്തില്ല, കുറച്ചുകൂടെ പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു മരിച്ചു. നമുക്കതാണ് യേശു ക്രിസ്തു മരിച്ചു. ഞാനെന്തായാലും ക്രിസ്ത്യാനിയില്ലയോ, പള്ളി പോകാതിരിക്കാനോ പോവും, നാണക്കേടല്ലയോ? മാത്രമല്ല, വീട്ടിലൊന്നും വെക്കത്തില്ല, കഞ്ഞി കുടിക്കണ്ടേ, എന്തെങ്കിലും കഴിക്കണ്ടേ, അപ്പോൾ പോണ്ടേ. പ്രിയ സുഹൃത്തെ, യേശു ക്രിസ്തുവിൻ്റെ മരണം ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കിതൊന്നുമല്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ മരണം നമ്മൾ നമ്മുടേതായ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചിലപ്പം വേദനയോ വിഷമോ സന്തോഷമൊക്കെ വരും. അത് ഏത് തലത്തിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ എന്താണ്, മറ്റുള്ളവൻ വായിച്ചതിലൂടെ വായിക്കുകയല്ല വേണ്ടേ.
ഞാൻ എന്നിലൂടെ വായിക്കണം. എന്തിനു വേണ്ടി യേശുക്രിസ്തു മരിച്ചു? ആർക്ക് വേണ്ടി മരിച്ചു? എന്തായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ലക്ഷ്യം? അപ്പോൾ അങ്ങനെ സാംശീകരിക്കാൻ സാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ സഹനത്തിലല്ല നമ്മൾ സന്തോഷിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. സഹനം ഉദ്ധാനത്തിലേക്കുള്ള മാർഗമാണ്. യുദാസിനെ പലരും തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും. ഞാനതിനെ കുറ്റപ്പെടുത്തുന്ന ആളല്ല യുദാസിനെ. യുദാസ് യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ഒരു മാർഗമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നും നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരോട് വിശ്വാസ വഞ്ചന കാണിക്കുമ്പോൾ, വാക്കിൽ വഞ്ചന കാണിക്കുമ്പോൾ, പ്രവൃത്തിയിൽ വഞ്ചന കാണിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, എവിടെയോ ഒരു യേശുക്രിസ്തു ആ വഞ്ചിക്കപ്പെടുന്ന വ്യക്തിയിൽ ഒരു യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നുണ്ട്. അപരൻ്റെ വേദന മനസ്സിലാക്കണമെങ്കിൽ അത് തനിക്ക് വേദനയായി മനസ്സിലാക്കണം, തനിക്ക് വേദനയായി ഉൾക്കൊള്ളണം. പ്രിയ സുഹൃത്തുക്കളെ, ദീർഘിപ്പിക്കുന്നില്ല. കുരിശുമരണത്തിന് മുമ്പ് ഇന്നലെ പെസഹ ഉണ്ടായിരുന്നല്ലേ? ആ പെസഹായ്ക്ക് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അതാണ് ജീവൻ്റെ അപ്പം. അതിനുശേഷം പെസഹാപ്പം നമ്മൾ കഴിച്ചു. ഇതെന്തിനായിരുന്നു? ഇന്നലെ പറയാതിരുന്ന സെഹിയോൻ മാളികയിൽ വെച്ച് യേശുക്രിസ്തു അപ്പം കൊടുത്തു. ഏത്? അവൻ്റെ ശരീരം, അവൻ്റെ രക്തം കൊടുത്തു. എന്താ? ഇനിയും നിനക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. നീ ഇനിയും ഗോൽഗുത്തായിലെത്തണമെങ്കിൽ നിനക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്. ആ യാത്രാ ഭക്ഷണമായിരുന്നു ഇന്നലെ നിങ്ങൾക്ക് കിട്ടിയത്. ആ യാത്രാ ഭക്ഷണത്തെ ഇന്ന് പൂർണ്ണമായിട്ട് ഹോമിക്കുകയാണ്. കാരണം ഇനിയും നീ മുന്നോട്ട് പോകുമ്പം നീ മനസ്സിലാക്കിക്കൊള്ളുക, യാത്രാ ഭക്ഷണം നിനക്ക് തന്നത് നിൻ്റെ വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ചു നിർത്താനായിരുന്നു, നിന്നെ സഹായിക്കാനായിരുന്നു. നിനക്ക് ദാഹിക്കുമ്പോൾ ഞാൻ ജലമായി തീരാനായിരുന്നു ഞാൻ നിനക്ക് എൻ്റെ രക്തം നൽകിയത്. പ്രിയപ്പെട്ട സുഹൃത്തെ, പെസഹ പൂർണ്ണമാകുന്നത് വിശുദ്ധ ബലിയാകുന്ന കുരിശുമരണത്തിലാണ്. ആ കുരിശുമരണം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ആ ജീവിതത്തിലേക്ക് പോകുമ്പോൾ യാത്രയ്ക്കുള്ള ഭോജനമായിരുന്നു ഇന്നലെ തന്നത്. ഇവിടെ സഹനങ്ങളിൽ പതറുകയല്ല, വേദനകളിൽ വിഷമിച്ച് നിൽക്കുകയല്ല, മറിച്ച് വേദനയും സഹനവും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവൻ, മുമ്പിലിരിക്കുന്നത് ഒരു സിംഹമാണെന്നോ അല്ലെങ്കിൽ മുമ്പിലുണ്ടാകുന്നത് ഒരു അപകടമാണെന്നോ കണ്ടാലും മുന്നോട്ട് ധൈര്യത്തോടെ പോകാൻ കഴിയുന്നതാണ് പെസഹായും അതിനുശേഷമുള്ള കുരിശുമരണവും. എനിക്കറിയാം അവസാനം ഇതാണെന്ന്. എങ്കിൽ പിന്നെ അവസാനത്തെ കണ്ട് പേടിച്ച് പകച്ചു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താ? മരണത്തിൽ തീരുന്നില്ല, അതിനപ്പുറത്തേക്കുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഞാൻ ഈ മരണത്തിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. കാരണം കുരിശുമരണം പരാജയമല്ല, കുരിശുമരണം വിക്ടറിയാണ്. നമ്മുടെ രാജ്യത്തിൽ ആരെങ്കിലും ചലഞ്ച് ചെയ്താൽ, വെല്ലുവിളിച്ചാൽ അവൻ തിരിച്ചു വെല്ലുവിളിക്കും. പക്ഷേ യേശുക്രിസ്തു വെല്ലുവിളി സ്വീകരിച്ചില്ല. നീ ദൈവപുത്രനെങ്കിൽ നിന്നെ രക്ഷിക്കുക, ഞങ്ങളെ രക്ഷിക്കുക. കുരിശിൽ നിറങ്ങി വരിക. പുഞ്ചിരിച്ചില്ല, കരഞ്ഞുമില്ല. യേശുക്രിസ്തു വളരെ മനസ്സ് വളരെ ഒതുക്കിയിട്ട് സമാധാനത്തോടെ ഇവർ ചെയ്യുന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ക്രിസ്തു. പ്രിയപ്പെട്ട സുഹൃത്തെ, ബൈബിൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വായിക്കുക, ഒരിക്കലും അപരൻ്റെ അനുഭവത്തിൽ നിന്ന് വായിക്കരുത്. മനസ്സിലാക്കാൻ വേണ്ടി അപരൻ്റെ അനുഭവം വായിക്കുക, എന്നിട്ട് വീണ്ടും ബൈബിൾ അടയ്ക്കുക. ആദ്യം മുതൽ പുതിയ നിയമമെങ്കിലും ആദ്യം മുതൽ നിങ്ങളുടെ ജീവിതാനുഭവത്തോട് ചേർത്ത് വായിച്ചാൽ ബൈബിൾ നിങ്ങളുടെ തലണയിൽ മാത്രമല്ല നിങ്ങളുടെ ദേഹം മുഴുവൻ ഉണ്ടാവും. കാരണം ബൈബിൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷ്യ പുസ്തകമാണ്. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരുമാണ്. എല്ലാവർക്കും നന്മയുള്ള ഒരു നല്ല ദിവസം, നല്ല ദുഃഖവെള്ളിയാഴ്ച ആശംസിക്കുന്നു. ലോകത്തിലെ നാനാജാതി മതസ്ഥർക്ക് ലോകത്തിൻ്റെ സമാധാനത്തിന് നമ്മളാരും യേശുക്രിസ്തു വന്ന ക്രിസ്ത്യാനിയെ രക്ഷിക്കാനല്ല, യേശുക്രിസ്തു വന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. ആ ഒരു സാർവലൗകിക തത്വം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകട്ടെ. നന്മയുള്ള ദിവസം. ജോൺസൺ കരൂർ. താല്പര്യമുള്ളവർ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നാളെ ഉദ്ധാനത്തെക്കുറിച്ച് പറയാം. നാളെ ദുഃഖശനിയാഴ്ചയല്ലേ, മരണത്തെക്കുറിച്ച് പറയാം. താങ്ക് യു.